ഫോർച്യൂൺ ഗ്ലോബൽ 500 കമ്പനികളിലൊന്നായ BPCL ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിലെ എക്സിക്യൂട്ടീവ് ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് ഏപ്രിൽ 18 മുതൽ മെയ് 17 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. 250 ഒഴിവുകളാണുള്ളത്. താല്പര്യമുള്ളൊരു അവസരം പരമാവധി പണമെടുത്ത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. വേക്കൻസി പറയുകയാണെങ്കിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് 175 വേക്കൻസികളുണ്ട്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രോണിക്സ്, സിവിൽ, കെമിക്കൽ ഇതിലേതെങ്കിലും ഒരു എഞ്ചിനീയറിംഗിൽ ബ്രാഞ്ചുകളുള്ള 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പാസ്സായവരായിരിക്കണം. 5 വർഷത്തെ പ്രതിനിധിയുള്ളവരായിരിക്കണം. 32 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അടുത്ത ജൂനിയർ എക്സിക്യൂട്ടീവ് അക്കൗണ്ട്സ് ആണ്. 25 വേക്കൻസികളുണ്ട്. ഡിഗ്രി പാസ്സാൻ 55% മാർക്ക് ഡിഗ്രി പാസ്സായതിനു ശേഷം CA അല്ലെങ്കിൽ CMA ഇന്റർ പാസ്സായവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക. 35 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് വേസേഡ് അമ്യൂണിറ്റീസ് എന്നുള്ളതാണ്. 10 വേക്കൻസിയാണ് അതിലേക്കുള്ളത്. BCom, അതേപോലെ BBA, BSc, BHM ബിരുദം ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അതോടൊപ്പം 5 വർഷത്തെ പ്രതിപരിചയം കൂടി ഉണ്ടായിരിക്കണം. അടുത്ത സെക്രട്ടറിമാരുടെ 8 വേക്കൻസികളാണുള്ളത്. 32 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. വേണ്ട യോഗ്യത 55% മാർക്ക് ഡിഗ്രിയും 5 വർഷത്തെ പ്രതിപരിചയമാണ്. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും 55% മാർക്ക് ഉണ്ടായിരിക്കണം. അടുത്ത അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ക്വാളിറ്റി അഷുറൻസ് ആണ്. 30 വേക്കൻസികളുണ്ട്. വേണ്ട യോഗ്യത MSc കെമിസ്ട്രി, അത് ഓർഗാനിക് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി, അനലിറ്റിക്കൽ കെമിസ്ട്രി, പോളിമർ കെമിസ്ട്രി ഇതിൽ ഒരെണ്ണമായിരിക്കണം. അതോടൊപ്പം 3 വർഷത്തെ പ്രതിപരിചയം ഉണ്ടായിരിക്കണം. 35 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത പോസ്റ്റ് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽ ലാംഗ്വേജ് എന്നുള്ളതാണ്. 2 വേക്കൻസിയാണുള്ളത്. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹിന്ദി, അതുപോലെ 3 വർഷത്തെ പ്രതിപരിചയമാണ് വേണ്ട യോഗ്യത. ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. അപ്ലൈ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ഭാരത് പെട്രോളിയം .i എന്ന സൈറ്റിൽ ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാണ്. അവരുടെ കരിയർ പേജ് വഴി വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. അപേക്ഷാ ഫീസ് ഉണ്ട്. 1180 രൂപ GST ഉൾപ്പെടെയാണ് ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ. SC/STക്കാരുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും ഫീസില്ല. ബാക്കി എല്ലാവരും 1000 രൂപയും GST ഉൾപ്പെടെ 1180 രൂപ അപേക്ഷാ ഫീസായിട്ട് നൽകണം എന്ന കാര്യം മനസ്സിലാക്കുക. ശമ്പള സ്കെയിൽ പറയുകയാണെങ്കിൽ ജൂനിയർ എക്സിക്യൂട്ടീവും സെക്രട്ടറി പോസ്റ്റിലേക്കും 30,000 മുതൽ 1,20,000 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. തുടക്ക ശമ്പളം 1,00,000 രൂപയിൽ കൂടി ലഭിക്കും. ആനുവൽ സാലറി 12.28 ലക്ഷമാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് 40,000 മുതൽ 1,40,000 എന്ന സ്കെയിലാണ് ശമ്പളം ലഭിക്കുക. ആനുവൽ സാലറി 17.11 ലക്ഷം. തുടക്ക ശമ്പളത്തിന് 1,40,000 രൂപയിൽ കൂടുതൽ ലഭിക്കുന്നതായിരിക്കും. താല്പര്യമുള്ള ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. മെയ് 17 വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. താങ്ക് യു.